നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പരമ്പരയിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണം എന്നും സഭയ്ക്ക് ജീവശ്വാസം പോലെയാണ്. കുരിശിൽ സ്വയം ബലിയായി തീർന്ന് രക്തം ചിന്തി നമുക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ കാലടികളെ പിഞ്ചൊന്ന വിശുദ്ധരാണ് രക്തസാക്ഷികൾ. ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി, ഭൃത്യൻ യജമാനനെ പോലെയും എന്ന യേശുവിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞ വലിയ വിശുദ്ധരാണ് രക്തസാക്ഷികൾ. രക്തസാക്ഷിത്വത്തിലൂടെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കുക വലിയ അനുഗ്രഹമാണ്, വിശുദ്ധിയുടെ വലിയ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ എപ്പിസോഡിൽ രക്തസാക്ഷികളുടെ ജീവിതം നമ്മെ ശക്തിപ്പെടുത്തുന്നതിന്, മനസ്സിലാക്കുന്നതിന് നാം പഠിക്കുക നമുക്ക് ഏവർക്കും സുപരിചിതനായ വിശുദ്ധ സിപ്രിയാനെയാണ്. മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വടക്കൻ ആഫ്രിക്കയിലെ ടുണീഷ്യയിൽ ഉൾപ്പെട്ട കാത്തേജ് എന്ന നഗരത്തിൽ ഒരു സമ്പന്ന വിജാതീയ കുടുംബത്തിലെ അംഗമായാണ് വിശുദ്ധ സിപ്രിയാൻ ജനിച്ചത്. 35-ാം വയസ്സിൽ മാമോദീസ സ്വീകരിക്കുമ്പോൾ തനിക്കുള്ള സമ്പത്തെല്ലാം അദ്ദേഹം ദരിദ്രർക്കായി പങ്കുവച്ചു. അങ്ങനെ സുവിശേഷ സന്ദേശം സ്വജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് അദ്ദേഹം പൗരോഹിത്യ ജീവിതത്തിലേക്കും പ്രവേശിച്ചത്. മതമർദ്ദന നാളുകളിൽ ക്രിസ്തുവിൻ്റെ അജഗണങ്ങളെ ശുശ്രൂഷിച്ചും അവരുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ടും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ വിശുദ്ധ സിപ്രിയാൻ നിർണായകമായ പങ്കുവഹിച്ചു. സഭയുടെ ഐക്യത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായി കണ്ടിരുന്ന അദ്ദേഹം ആദ്യകാല സഭയുടെ അടിത്തറയെ ബലപ്പെടുത്തിയത് തൻ്റെ അടിയുറച്ച വിശ്വാസം കൊണ്ട് തന്നെയായിരുന്നു. പിതാവേ, വിശുദ്ധ സിപ്രിയാന്റെ ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള കടന്നുവരവ് എപ്രകാരമായിരുന്നു? അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചൊന്ന് വിവരിച്ചു തരാമോ? വിശുദ്ധൻ്റെ പേര് താർസ്യൂസ് എന്നായിരുന്നു. സിപ്രിയാൻ എന്ന പേരിന് മുമ്പ് താർസ്യൂസ് എന്നായിരുന്നു. സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ മാമോദീസ സ്വീകരിക്കുന്നത് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൽ ഉറച്ചതിന് ശേഷമാണ്. കാരണം അവരിങ്ങനെ കരുതിയിരുന്നു, ഒരിക്കൽ ക്രിസ്ത്യാനിയായോ പിന്നെ പാപം ചെയ്യാൻ സാധിക്കുകയില്ല, പാപം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പാപം ചെയ്യാനൊരു സാധ്യത ഉള്ളിടത്തോളം കാലം അവർ വിശ്വാസം സ്വീകരിക്കാതെ നിന്നിരുന്നു. അതായത് വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ വിശുദ്ധരെന്നാണല്ലോ അപ്പസ്തോലൻ അഭിസംബോധന ചെയ്യുന്നത്. അതായത് വിശ്വാസം സ്വീകരിച്ചാൽ പിന്നെ വിശുദ്ധിയിലാണ്. അതുകൊണ്ട് വിശുദ്ധ സിപ്രിയാൻ അദ്ദേഹം കാർത്തേജിലാണ് ജനിക്കുന്നത്. കാർത്തേജ്. അദ്ദേഹത്തിൻ്റെ 35-ാമത്തെ വയസ്സിലാണ് മാമോദീസ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. 246 അപ്പോൾ അദ്ദേഹം ആ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ വലിയ കുലീന കുടുംബത്തിലായിരുന്നു. സമ്പന്നമായ കുടുംബം.
വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല സാധ്യതകളുണ്ടായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായിരുന്നു, പ്രസംഗകനായിരുന്നു, നന്നായിട്ട് പ്രസംഗിക്കും. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ മനോഹരമായിരുന്നു. പിന്നീട് വിശുദ്ധന് ശേഷം പിന്നീട് വന്ന വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്റ്റിൻ, ഇവരുടെയൊക്കെ രചനകളുടെ വൈഭവം അതിനോടാണ് കിടപിടിക്കുന്നതാണ്, തുലനം ചെയ്യുന്നതാണ് വിശുദ്ധ സിപ്രിയാൻ്റെ എഴുത്തുകളും. വിശുദ്ധ സിപ്രിയാന് അത്രയധികം അറിവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രോസിക്യൂട്ടറായിരുന്നു. അദ്ദേഹം നിയമം പഠിച്ചിട്ട് കോടതികളിൽ സഹായിക്കുമായിരുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് താർസിയൂസ് അഥവാ വിശുദ്ധ സിപ്രിയാൻ. ആ അവസരത്തിലാണ് അപ്പസ്തോലന്മാരെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാരെ കണ്ടുമുട്ടുകയും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തത്. അദ്ദേഹത്തെ സ്വാധീനിച്ചത് വിശുദ്ധനായ വൈദികരാണ്. വിശുദ്ധരായ വൈദികരുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം അദ്ദേഹത്തിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏറ്റുപറയുന്നുണ്ട്. അപ്പോൾ സിപ്രിയാന് അദ്ദേഹം 246 ഒരു ഏപ്രിൽ മാസം ഈസ്റ്ററിനോട് ചേർന്ന് മാമോദിസ സ്വീകരിക്കുകയാണ് ചെയ്തത്. ദൈവനാമത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ക്രിസ്തുവിനെ മനസ്സിലേറ്റിയ വിശുദ്ധ സിപ്രിയാൻ്റെ സഭയിലെ വളർച്ചയും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വീകാര്യതയും മൂലം സഭയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവഭയം നിമിത്തം അന്യദേവന്മാർക്ക് മുന്നിൽ വിശ്വാസം ബലികഴിച്ചവരോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല. അക്കാരണത്താൽ തന്നെ വിശുദ്ധനോട് വിദ്വേഷം വർദ്ധിക്കുവാനും സഭയിൽ തന്നെ ഒരു എതിർചേരി രൂപം കൊള്ളുവാനും ഇടയായി. എങ്കിലും വിശ്വാസത്തെയും സഭയെയും ഇരു കൈകളിലും മുറുകെ പിടിച്ച വിശുദ്ധ സിപ്രിയാൻ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഒരു പടക്കുതിരയായി മാറുകയും സഭാചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി ഉയരുകയും ചെയ്തു. പിതാവെ, ചെറുപ്പത്തിൽ തന്നെ മെത്രാൻ സ്ഥാനത്തേക്ക് കടന്നു വന്ന വ്യക്തിയാണല്ലോ വിശുദ്ധ സിപ്രിയാൻ. അദ്ദേഹത്തിന്റെ മെത്രാൻ സ്ഥാനത്തേക്കുള്ള കടന്നുവരവ് എപ്രകാരമായിരുന്നു? അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഓരോ തിരഞ്ഞെടുപ്പിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് വിശുദ്ധ സിപ്രിയാൻ്റെ തിരഞ്ഞെടുപ്പിലും കാണാം. ഏത് വർഷമാണ് മാമോദിസ സ്വീകരിച്ചതെന്ന് പറഞ്ഞു? 46 246 AD 246. AD 248 കാർത്തേജിലെ മെത്രാൻ മരിച്ചു. അപ്പോൾ അവിടെ ഒരു മെത്രാനെ ആവശ്യമുണ്ട്. സഭാ നേതൃത്വം തിരഞ്ഞെടുത്തത് വിശുദ്ധ സിപ്രിയാനെയാണ്. വളരെ ചെറുപ്പം, 37 വയസ്സല്ലേ ഉള്ളൂ. അത്രയും ചെറുപ്പക്കാരനെ മെത്രാനായിട്ട്, അതും കാർത്തേജ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഭാ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തു. ഈ കാർത്തേജാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ മെത്രാനായി ശുശ്രൂഷ ചെയ്ത സ്ഥലം. അപ്പോൾ ആ കാർത്തേജ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വിശുദ്ധ സിപ്രിയാനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഉന്നത കുലജാതൻ, നല്ല പഠനം, പ്രാഗൽഭ്യം, വിവിധ മേഖലയിലുള്ള കഴിവുകൾ, ഇതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്. പിന്നെ വിശുദ്ധമായ ജീവിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാമോദിസ സ്വീകരിച്ചപ്പോൾ, നാം ചെറുപ്പത്തിലല്ലേ മാമോദിസ സ്വീകരിക്കുന്നത്, അദ്ദേഹം മാമോദിസ സ്വീകരിച്ചപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, സമ്പത്ത് ദരിദ്രർക്കായിട്ട് വീതിച്ചു കൊടുത്തു. കാരണം ഈശോ പറഞ്ഞിട്ടില്ലേ, ധനികനോട് പറഞ്ഞില്ലേ, നിനക്കുള്ളതെല്ലാം വിറ്റ് എൻ്റെ പിന്നാലെ വരിക. സുവിശേഷത്തിലെ ആ പാഠം, ഈശോയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ വിശുദ്ധ സിപ്രിയാൻ അന്വർത്ഥമാക്കിയിരുന്നു. അപ്പോൾ തനിക്കുള്ള എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിനെ പോലെ ഇനി വിവാഹം കഴിക്കുകയില്ല. അപ്പോൾ ബ്രഹ്മചര്യം ജീവിതത്തിൽ വ്രതമായിട്ട് സ്വീകരിച്ചു വിശുദ്ധ സിപ്രിയാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു മാമോദിസ സ്വീകരിച്ച വ്യക്തി ഇത്രയധികം ശക്തമായിട്ടുള്ള സാക്ഷ്യമല്ലേ നൽകുന്നത്? അതായിരിക്കും. അപ്പോൾ നല്ല കഴിവുണ്ടായിരുന്നു. സുവിശേഷ മൂല്യങ്ങൾ അക്ഷരം പ്രതി ജീവിതത്തിലെ അനുകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ മെത്രാനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ മെത്രാനായിട്ട് അദ്ദേഹത്തിനെ കാർത്തേജിലേക്ക് തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെത്രാൻ സ്ഥാനത്തിന് വേണ്ടി കാംക്ഷിച്ചിരുന്ന ആളുകൾ വൈദികരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. വളരെ നൊവാത്തൂസ് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ വൈദികരുണ്ടായിരുന്നു. അപ്പോൾ വൈദികരുടെ ഒരു വിഭാഗം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അജ്ഞതയുള്ളവർ, തിരിച്ചറിയാൻ കഴിയാത്ത വൈദികർ, അങ്ങനെയുള്ള
വൈദികരുടെ ഒരു ഗണം വിശുദ്ധ സിപ്രിയാനെതിരായിട്ട് ഉയർന്നു വരികയും വിശുദ്ധനെ വളരെയധികം വിമർശിക്കുകയും ചെയ്തു. അത് തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടം വരെ അദ്ദേഹത്തിന് ഇവരിൽ നിന്നുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിതാവേ, വിശുദ്ധ സിപ്രിയാന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും വിശ്വാസ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ? വിശുദ്ധ സിപ്രിയാൻ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ഒന്ന്, വിശുദ്ധ സിപ്രിയാൻ 248 ആ കാലഘട്ടത്തിൽ ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 313 ഈഡിക്റ്റ് ഓഫ് മിലാൻ കോൺസ്റ്റാന്റിൻ. അപ്പോൾ 313 AD 64 മതമർദ്ദനം. റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിമാർ മതമർദ്ദനം ആരംഭിച്ചത് AD 64 നീറോ ചക്രവർത്തി. തുടർന്ന് വന്ന 17 ചക്രവർത്തിമാർ ഈ മതമർദ്ദനം ശക്തമായിട്ട് തുടർന്നിരുന്നു. കാരണം ചക്രവർത്തി തന്നെ ദൈവമാണ്, ദൈവത്തെ ആരാധിക്കാത്തവർ രാജ്യദ്രോഹികൾ. അതുകൊണ്ടാണ് ഈ ഇത്തരം പീഡനങ്ങൾ അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ചക്രവർത്തി റോമിൽ ഫാബിയൻ മാർപ്പാപ്പ കൊല്ലപ്പെട്ടു മതമർദ്ദനത്തിന് ഇരയായിട്ട്. ഈ കൊല്ലപ്പെട്ട ഉടൻ തന്നെ അവർ വിശുദ്ധ സിപ്രിയാൻ ഒളിവിൽ പോവുകയാണ് ചെയ്തത്. കാരണം വിശുദ്ധ സിപ്രിയാനെയും കൊല്ലുമെന്ന്. ആ മതമർദ്ദനത്തിന് രൂക്ഷത കുറഞ്ഞപ്പോൾ വിശുദ്ധൻ തിരികെ എത്തി. അപ്പോൾ ആളുകൾ ഈ മതമർദ്ദനം ശക്തമായപ്പോൾ ആളുകൾ ഈ മതമർദ്ദകർ ചോദിച്ചു, വിശ്വാസം ഉപേക്ഷിക്കുന്നു? അപ്പോൾ അവർ വിശ്വാസം ഉപേക്ഷിച്ച ധാരാളം ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. റോമിലുണ്ടായിരുന്നു, മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തിരികെ വരേണ്ട അവസരത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസം ഉപേക്ഷിച്ചവരല്ലേ, അങ്ങനെ ഉപേക്ഷിച്ചവരായതുകൊണ്ട് നിങ്ങൾ തിരികെ വരുമ്പോൾ പ്രായശ്ചിത്തം പരിഹാര പ്രവൃത്തികൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചില പരിഹാര പ്രവൃത്തികൾ ഉടൻ തന്നെ ഈ വൈദികരുടെ നേതൃത്വത്തിൽ, നൊവാത്തൂസ് അതുപോലുള്ള വൈദികരുടെ നേതൃത്വത്തിൽ, ഏറെ പ്രത്യേകിച്ച് റോമിലൊരു വൈദികനുണ്ടായിരുന്നു, നൊവേഷ്യൻ എന്നുള്ള വൈദികൻ. അവർ പറഞ്ഞു, ഒരു താൽക്കാലിക സംവിധാനം വെച്ച് അപ്പോൾ രക്ഷപ്പെടുന്നതിന്, വിശ്വാസത്തിനെതിരൊന്നുമില്ല, അപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി അത് പറഞ്ഞെന്നേ ഉള്ളൂ. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നു. ഇന്നതല്ല, പറയാതിരുന്നുകൊണ്ട് വീണ്ടും തീക്ഷ്ണതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കാമല്ലോ. അതുകൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ നമുക്കങ്ങനെ ശിക്ഷയൊന്നും കൊടുക്കണ്ട, പരിഹാര പ്രവൃത്തികൾ ചെയ്യേണ്ട. പക്ഷേ വിശുദ്ധ സിപ്രിയാനും അതുപോലെ റോമിലെ കോർണലീസ് മാർപ്പാപ്പെ എല്ലാം ഇതിനെതിരായിരുന്നു. അവർ ശക്തമായിട്ട് അങ്ങനെ തിരികെ വരുന്നവർ വിശ്വാസം ഉപേക്ഷിച്ചവരാണ്, അവർ പരിഹാര പ്രവൃത്തികൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നൊവേഷ്യൻ ശീഷ്മയായിട്ട് വരുന്നത്. അപ്പോൾ നൊവേഷ്യൻ സഭയ്ക്കെതിരെ, സഭാ നേതൃത്വത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? റോമിൽ തന്നെ മാർപ്പാപ്പ, കൊർണേലിയസ് മാർപ്പാപ്പയ്ക്ക് പകരമായിട്ട് ഇനി ഞാനാണ് മാർപ്പാപ്പ എന്ന് പറഞ്ഞു. നൊവേഷ്യൻ തന്നെ പറഞ്ഞു, ഞാനാണ് മാർപ്പാപ്പ. അപ്രകാരം തന്നെ ഈ നൊവാത്തൂസിനെ ഈ കാർത്തേജിലെ മെത്രാനായിട്ടും അപ്പോയിൻ്റ് ചെയ്തു ഈ നൊവേഷ്യസ്. ഇതാണ് നൊവേഷ്യൻ പ്രതിസന്ധി. അപ്പോൾ ഇതിൽ ശക്തമായിട്ട് നേരിട്ട വലിയ വിശ്വാസ പ്രതിസന്ധിയായിരുന്നു വിശുദ്ധ സിപ്രിയാൻ അഭിമുഖീകരിച്ചത്. പക്ഷേ ആളുകൾ മുഴുവനും, കുറേ പേര് നൊവേഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ ആളുകളും വിശുദ്ധ സിപ്രിയാൻ്റെ കൂടെ ആയിരുന്നു. വിശുദ്ധ സിപ്രിയാൻ്റെ കൂടെ ആകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധൻ്റെ ജീവിതം വിശുദ്ധമായ ജീവിതമായിരുന്നു, നൈർമല്യം നിറഞ്ഞ ജീവിതമായിരുന്നു. വിശ്വാസ സമൂഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ അവിടെ ഉണ്ട്. അവർക്ക് പട്ടിണിയുണ്ടോ, ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു വിശുദ്ധൻ മെത്രാൻ എന്ന നിലയിൽ. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. പ്ലേഗ് പോലെയുള്ള സാംക്രമിക രോഗങ്ങൾ പെട്ടെന്ന് പടർന്നു പിടിക്കുമ്പോൾ അവരെ സഹായിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. വിശ്വാസികളുടെ സാമൂഹികമായിട്ടുള്ള അനുദിന ജീവിതത്തിൽ ഏത് ആവശ്യങ്ങളും സഹായിക്കുവാൻ വിശുദ്ധ സിപ്രിയാൻ മെത്രാൻ എപ്പോഴും തയ്യാറായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വിശ്വാസികളുടെ ഇടയിൽ പോപ്പുലറായി. കാരണം വിശ്വാസികളുടെ സമൂഹത്തോടൊപ്പം നിൽക്കുന്നത് എന്നതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പോപ്പുലറായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഈ കുതന്ത്രങ്ങൾ, ഇവരുടെ ഈ ശീഷ്മ, മെത്രാനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വിലപ്പോയില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് വലിയൊരു പ്രതിസന്ധി വിശുദ്ധൻ തൻ്റെ ജീവിതകാലത്ത് നേരിട്ടത്. ദൈവശാസ്ത്ര രചനകൾ കൊണ്ട് സഭാവിശ്വാസത്തിന് ഊടും പാവും നെയ്ത വിശുദ്ധനാണ് വിശുദ്ധ സിപ്രിയാൻ. തൻ്റെ എഴുത്തുകളിലൂടെ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങളെ സമാശ്വസിപ്പിക്കുകയും വിശ്വാസമാകുന്ന പുതുജീവൻ പകർന്ന് സാന്ത്വനിപ്പിക്കുകയും ചെയ്തിരുന്നു. വിജാതീയരുടെ വ്യാജമായ കുറ്റാരോപണങ്ങളെ നിഷ്കാസനം ചെയ്യുവാൻ അദ്ദേഹം രചിച്ച ദമത്രിയനെതിരെ എന്ന കൃതിയും
സഭയുടെ ഐക്യം എന്ന രചനയും വിശുദ്ധ സിപ്രിയാന്റെ രചനകളിൽ പ്രധാനപ്പെട്ടവയാണ്. പിതാവെ, സഭാപിതാക്കന്മാരിൽ ഒരാൾ കൂടിയാണല്ലോ വിശുദ്ധ സിപ്രിയാൻ. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ചും രചനകളെക്കുറിച്ചും ഒന്ന് വിശദമാക്കാമോ? വിശുദ്ധ സിപ്രിയാൻ്റെ പ്രബോധനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഊടും പാവും നൽകി ദൈവശാസ്ത്രത്തിന്, ഏറെ പ്രത്യേകിച്ച് സഭാശാസ്ത്രത്തിന്, എക്ലേസിയോളജി, സഭാശാസ്ത്രത്തിന് നീതമായ രൂപം നൽകിയ വലിയ വിശുദ്ധനാണ് വിശുദ്ധ സിപ്രിയാൻ. സഭാശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർ വിശുദ്ധ സിപ്രിയാൻ്റെ പഠനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പഠിക്കാൻ കഴിയുകയില്ല. അദ്ദേഹം തൻ്റെ എഴുത്തുകളിലൂടെ, പ്രബോധനങ്ങളിലൂടെ എപ്പോഴും ശക്തിപ്പെടുത്തി. സഭൈക്യം എന്നൊരു പുസ്തകം അദ്ദേഹം രചിച്ചു. ഈ സഭൈക്യത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ സഭയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അത് ഈശോ പഠിപ്പിച്ച ഒരു സഭാശാസ്ത്രമുണ്ട്. ആ സഭാശാസ്ത്രം ശക്തിപ്പെടുത്തുകയാണ് വിശുദ്ധൻ എപ്പോഴും ചെയ്യുന്നത്. വിശുദ്ധ ഇരണേയൂസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള എക്സ്ട്രാ എക്ലേസിയാം നുള്ള സാലൂസ്, എക്സ്ട്രാ എക്സ്ലേസിയാം നുള്ള സാലൂസ്, ഔട്ട്സൈഡ് ദ ചർച്ച് ദെയർ ഈസ് നോ സാൽവേഷൻ. ഈ ഇരണേയൂസിൻ്റെ ഈ വാക്കുകൾ വിശുദ്ധ സിപ്രിയാൻ എടുത്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് സഭയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകൾ, ഈ നൊവാത്തൂസിൻ്റെയൊക്കെ സഭയിൽ നിന്ന് പുറത്തു പോയവർ രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിച്ചാണ് മാർപ്പാപ്പയായി, മെത്രാനായി. അവരോട് പറയുകയാണ്, കൃത്യമായിട്ട് പറയുകയാണ്, എക്സ്ട്രാ എക്ലേസിയാം നുള്ള സാലൂസ്, സഭയ്ക്ക് പുറമേ രക്ഷയില്ല. അതുകൊണ്ട് സഭ അതാണ്, സഭയ്ക്ക് അത് വളരെ ശക്തിയോടുകൂടി പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഉള്ള പഠനമാണ് ഊബി എപ്പിസ്കോപ്പോസ് ഈബി എക്ലേസിയ. എവിടെ മെത്രാനുണ്ടോ അവിടെ സഭയുണ്ട്. കേട്ടിട്ടുള്ളതല്ലേ? അത് വിശുദ്ധ സിപ്രിയാൻ്റെ പഠനമാണ്. വേർ ദർ ഈസ് എ ബിഷപ്പ് ദർ ഈസ് ചർച്ച്. അപ്പോൾ സഭ എവിടെയാണോ മെത്രാനുള്ളത് അത് സഭ. അപ്പോൾ ഒരു മെത്രാൻ സഭയെ യേശുവിൻ്റെ അപ്പസ്തോലന്മാരുടെ പ്രതിനിധിയാണ്. അപ്പോൾ മെത്രാനുള്ളിടത്ത് സഭയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പാഠം നൽകുകയാണ്. ഇങ്ങനെ ഒരു സഭാശാസ്ത്രം, മനോഹരമായ സഭാശാസ്ത്രം അവതരിപ്പിച്ച സിപ്രിയാൻ വലിയ ദൈവശാസ്ത്രജ്ഞനായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്, സഭയെ അംഗീകരിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് എക്ലേസിയോളജി, ഇതാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുള്ളത്. പിതാവേ, വിശുദ്ധ സിപ്രിയാന്റെ ജീവിത മാതൃക എങ്ങനെയുള്ളതായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? വിശുദ്ധ സിപ്രിയാന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, മാമോദീസ സ്വീകരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുക. അപ്പോൾ വിശുദ്ധിക്കെതിരായിട്ടുള്ള ഒരു പ്രവൃത്തി പോലും ഞാൻ ചെയ്യുകയില്ല. അതുകൊണ്ട് അദ്ദേഹം സഭയെക്കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ തൻ്റെ ചെറുപ്പകാലത്തെ ജീവിതം, താൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അത് അദ്ദേഹം തൻ്റെ പ്രബോധനത്തിൽ പറയുന്നുണ്ട്. ഞാൻ എത്രയോ ഭാഗ്യവാൻ, തൻ്റെ പ്രബോധനത്തിൽ പറയുകയാണ്, ഞാൻ എത്രയോ പാപിയായിട്ട് ജീവിച്ച വ്യക്തി. 35-ാമത്തെ വയസ്സിലല്ലേ, ഞാൻ എത്രയോ പാപിയായിട്ട് ജീവിച്ച വ്യക്തി. എന്നാൽ മാമോദീസായ ജലം എന്നിലേക്ക് പതിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്നിൽ പതിച്ചു. എൻ്റെ പാപങ്ങളെല്ലാം കഴുകി ഞാൻ വിശുദ്ധിയുള്ള വ്യക്തിയായി തീർന്നു. അപ്പോൾ വിശുദ്ധിയെക്കുറിച്ചുള്ള വിശുദ്ധ സിപ്രിയാൻ്റെ പഠനം അതാണ്. മാമോദീസ ജലം കടന്നു വന്നു, ഞാൻ പാപത്തിലായിരുന്നു, എന്നാൽ എനിക്ക് ഒരു ഉദ്ധാനം ലഭിച്ചു. അദ്ദേഹം പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ ചൂട് പിടിച്ച് പറയുക, മാമോദീസ എന്നെ പുതിയൊരു വ്യക്തിയാക്കി തീർത്തു, പുതിയ ഒരു ക്രിയേഷൻ, പുതിയൊരു സൃഷ്ടിയാക്കി തീർത്തു എന്ന് അദ്ദേഹം പഠിപ്പിക്കുക. അതായത് പിന്നീട് പാപം ചെയ്യുന്നില്ല. അപ്പോൾ ആ ജീവിത മാതൃക, അതുകൊണ്ടാണ് അദ്ദേഹം സ്വത്തെല്ലാം വിൽക്കുന്നത്. നിങ്ങൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ സ്വത്തൊക്കെ വിറ്റായിരുന്നോ? അതിന് ചെറുപ്പത്തിലെ മാതാപിതാക്കളല്ലേ മാമോദീസ തന്നതല്ലേ? അപ്പോൾ സ്വത്ത് വിൽക്കേണ്ടത് അവരായിരുന്നല്ലോ അല്ലേ? അത് നമുക്ക് പക്ഷേ വിശുദ്ധൻ ഈശോ പഠിപ്പിച്ച ആരെങ്കിലും എന്നെ പിൻചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്ക്, അങ്ങനെ സർവ്വതും ഉപേക്ഷിക്കുക, നീ എല്ലാം വിറ്റ് എന്നെ അനുഗമിക്കുന്ന ഈശോയുടെ പാഠം അക്ഷരാർത്ഥത്തിൽ അപ്പോൾ പ്രാവർത്തികമാക്കി വിശുദ്ധൻ. അപ്പോൾ സുവിശേഷ മൂല്യങ്ങൾ, സുവിശേഷ ഉപദേശങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ കൃത്യതയോടുകൂടി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് വിശുദ്ധ സിപ്രിയാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക എത്ര ശക്തമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവസ്നേഹമാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം എപ്പോഴും പഠിപ്പിച്ചിരുന്നു. ദൈവസ്നേഹമാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് സ്നേഹം അദ്ദേഹം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ജീവിത മാതൃക വളരെ ശക്തമായത്. പാവങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ്, അതായത് ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന വിശുദ്ധിയുടെ ജീവിതം. ദൈവത്തെ സ്നേഹിക്കുന്നവർ എപ്പോഴും വിശുദ്ധരായിട്ട് തന്നെ ജീവിക്കും.
അവർ കാരണം പാപം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ആ അഹറോൻ്റെ തലയിലെ തൈലം പോലെയാണെന്ന് പറയുക, അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അത് ഒഴുകി ഇറങ്ങുക. അപ്പോൾ ദൈവസ്നേഹമുള്ളവർ ആ സ്നേഹം ചുറ്റുമുള്ള ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വലേറിയൻ ചക്രവർത്തി റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായതോടെ മതമർദ്ദനം വീണ്ടും ശക്തി പ്രാപിച്ചു. അക്കാലത്ത് എഴുത്തുകളിലൂടെയും ശുശ്രൂഷകളിലൂടെയും വിശ്വാസികളെ ശക്തിപ്പെടുത്തിയിരുന്ന വിശുദ്ധ സിപ്രിയാനെ നാടുകടത്തുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്കും മർദ്ദനങ്ങൾക്കും ശേഷം മൃഗബലിക്ക് സമാനമായി ശിരച്ഛേദം ചെയ്യുകയുമാണ് ഉണ്ടായത്. പിതാവേ, വിശുദ്ധ സിപ്രിയാന്റെ രക്തസാക്ഷിത്വം എപ്രകാരമായിരുന്നുവെന്ന് വിശദീകരിക്കാമോ? അവർ ചക്രവർത്തി എപ്പോഴും ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ അവതാരമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ചക്രവർത്തി ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾ അവർക്ക് അവരുടെ പ്രതിമയുടെ മുമ്പിലും അവർക്ക് നിർമ്മിച്ച ദേവാലയത്തിലും എല്ലാം ആരാധിക്കണം, ധൂപം അർപ്പിക്കണം, ബലി അർപ്പിക്കണം. ഇതിന് ആവശ്യപ്പെടുമ്പോൾ അത് നിഷേധിച്ചിട്ടുള്ളവർ എല്ലാവരെയും വധിക്കുകയാണ്. അതിൽ അങ്ങനെ തന്നെ റോമിൽ ഗവർണർ, ചക്രവർത്തിയുടെ ഗവർണർ റോമിൽ ഇദ്ദേഹത്തോട് വിശ്വാസം ത്യജിക്കുവാൻ ആവശ്യപ്പെട്ടു. കത്തോലിക്കനായിരിക്കണമെന്നൊന്നും പറയുന്നില്ല, ഈ ചക്രവർത്തിക്ക് ബലി അർപ്പിക്കണം, ദേവനായിട്ട് കണക്കാക്കണം. അത് സാധിക്കില്ലെന്ന് വിശുദ്ധ സിപ്രിയാൻ കൃത്യതയോട് പറഞ്ഞു. എനിക്കൊരു ദൈവമേ ഉള്ളൂ, ആ ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കൂ എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നാട് കടത്തുകയാണ് ചെയ്തത്. മറ്റൊരു സ്ഥലത്തേക്ക് നാട് കടത്തിയ ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അവിടെ നിന്ന് കാർത്തേജിലേക്ക് കൊണ്ടുവന്ന് വീട്ടു തടങ്കലിലാക്കി. 258 സെപ്റ്റംബർ 13-ാം തീയതി ആ വീട്ടു തടങ്കലിലായിരുന്ന വിശുദ്ധ സിപ്രിയാനെ ഗവർണർ അറസ്റ്റ് ചെയ്തതിന് ശേഷം ചോദിച്ചു, ചക്രവർത്തിക്ക് ബലി അർപ്പിക്കുന്നോ? വിശുദ്ധൻ പറഞ്ഞു, അതിനേക്കാൾ ഭേദം ഞാൻ ജീവൻ വെടിയുക തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു പിശാചിന് ബലിയർപ്പിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ ഗളച്ഛേദം ചെയ്യുവാൻ വേണ്ടി തലവെട്ടുവാനുള്ള ഓർഡറാണ് നൽകുന്നത്. വളരെ പ്രസിദ്ധമാണ് വിശുദ്ധൻ്റെ പ്രഖ്യാപനം. വളരെ സന്തോഷത്തോടു കൂടി, ആരാണ് എൻ്റെ തലവെട്ടുന്നത് ചോദിച്ചു. നീയാണോ തലവെട്ടുന്നത്? ശരി. കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, തലവെട്ടി കഴിയുമ്പോൾ അവന് 25 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. രക്തസാക്ഷി തൻ്റെ തലവെട്ടുന്നയാൾക്ക് 25 സ്വർണ്ണ നാണയം കൊടുക്കാനാണ് വിശുദ്ധ സിപ്രിയാൻ പറയുന്നത്. കാരണം ഇതിൽ കൂടുതൽ നല്ലൊരു സമ്മാനം കിട്ടാനില്ല. അങ്ങനെയല്ലേ, നമുക്ക് സേവനം ചെയ്യുന്നവർക്ക് ഒരു സമ്മാനമായിട്ട് നമ്മൾ ഒരു ചെറിയത് കൊടുക്കുമല്ലോ, നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അപ്പോൾ ഒരു ഗിഫ്റ്റാണ് 25 സ്വർണ്ണ നാണയം. എന്ത് അത്ഭുതമാണ്, അത്രയും അമൂല്യമായ നിധിയാണ് രക്തസാക്ഷിത്വം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ദൈവം നൽകിയ ഒരു അമൂല്യ നിധിയെ സ്വീകരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി സമ്പത്തിന് വേണ്ടിയോ സുഖലോലുപതിക്ക് വേണ്ടിയോ മറ്റു പ്രലോഭനങ്ങൾക്കോ ഒരിക്കലും കീഴടങ്ങാതെ വിശുദ്ധ സിപ്രിയാൻ സഭയിൽ വലിയ സഭാപിതാവ് പൂർണ്ണമായിട്ടും കീഴടങ്ങുകയാണ്. മരണത്തിന് രക്തം ചിന്തുകയാണ്. അദ്ദേഹത്തിന് തലയറുത്തുകൊണ്ട് അദ്ദേഹം തലയറുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രക്തസാക്ഷിയായി തീർന്നു. അദ്ദേഹം മരിക്കുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 258 സെപ്റ്റംബർ 14 തിരുനാൾ അറിയാമോ എന്താന്ന്? നിങ്ങൾക്കറിയാവോ? സെപ്റ്റംബർ 14 ഇനി മറന്നു പോകരുത്, കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. ഒരാൾക്ക് രക്തസാക്ഷിയാകുവാൻ ഇതിനേക്കാൾ നല്ല പിന്നീടാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളൊക്കെ വന്നത്. എങ്കിലും സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. വിശുദ്ധൻ തൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ചു. എത്ര മനോഹരമാണ് അല്ലേ? വിശ്വാസത്തിനു വേണ്ടിയുള്ള തന്റെ ജീവത്യാഗം ഉത്കൃഷ്ടമെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധൻ തന്നെ കൊലപ്പെടുത്തുന്നവന് 25 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് ധീരമായി മരണത്തെ വരവേറ്റത്. മരണമുഖത്തുപോലും ഭയം കൂടാതെ ക്രിസ്തുവിലുള്ള വിശ്വാസം അചഞ്ചലമായി പ്രഖ്യാപിക്കുവാനും തിരുസഭയെ സ്വന്തം മാതാവിനെ പോലെ സ്നേഹിക്കുവാനും ഓരോ വിശ്വാസികളെയും ഓർമ്മിപ്പിക്കുന്ന ജീവിക്കുന്ന മാതൃകയാണ് വിശുദ്ധ സിപ്രിയാൻ. വിശുദ്ധ സിപ്രിയാൻ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വലിയ രക്തസാക്ഷി, നമുക്ക് വലിയ മാതൃക, ജീവിത സാക്ഷ്യം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികൾ
വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. പ്രതിസന്ധികളിൽ തളരാതെ ഓരോ ശ്വാസത്തിലും യേശുവേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ജീവൻ സമർപ്പിച്ച വിശുദ്ധ സിപ്രിയാൻ, ഞാൻ സഭയിൽ എന്നിൽ ജീവിക്കുന്നു, ഞാൻ സഭയോടൊത്ത് സഞ്ചരിക്കണം, സഭയ്ക്ക് അപ്പുറത്തൊരു ജീവിതമില്ല എന്ന് നമ്മെ പഠിപ്പിച്ച വിശുദ്ധ സിപ്രിയാനെ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? എന്തൊരു വലിയൊരു മാതൃകയാണ്. സഭയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ മാറ്റിവെക്കുമെന്ന് പറയുവാൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. രക്തസാക്ഷിത്വം, ഒരുപക്ഷേ രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള രക്തസാക്ഷിത്വത്തിനുള്ള അവസരം നമുക്ക് ലഭിച്ചു എന്നിരിക്കുകയില്ല. എങ്കിലും ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന രക്തസാക്ഷിത്വം. വിശുദ്ധമായി ജീവിതം നയിക്കുക വലിയ രക്തസാക്ഷിത്വമാണ്. പാപത്തിൻ്റെ അവസരങ്ങൾ മാറ്റുക, പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതിരിക്കുക വലിയ രക്തസാക്ഷിത്വമാണ്. ദൈവം നൽകിയ സഭയോടൊത്ത് യാത്ര ചെയ്യുക വലിയ രക്തസാക്ഷിത്വമാണ്. വലിയ ത്യാഗം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ സിപ്രിയാൻ, അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് രക്തസാക്ഷിത്വമാണ്. അത് ധീരതയോടെ നേരിടാനുള്ള കരുത്ത്, ശക്തി, കൃപ നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. രക്തസാക്ഷിത്വം, രക്തസാക്ഷിത്വം, ക്രിസ്തു മാർഗചരിച്ചോരനേക നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.